അതെ, പാഷൻ ഫ്രൂട്ടല്ലേ വിചാരിച്ചിട്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയിട്ട് ഇത് വേണ്ടാന്ന് വെച്ചിട്ട് പോണ്ട. ഇത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ജ്യൂസാണ്, മസ്റ്റ് ട്രൈ. അപ്പോൾ ഇതാണ് കേട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി. അപ്പോൾ രണ്ട് തരത്തിലുള്ള പാഷൻ ഫ്രൂട്ട് ഉണ്ട് എനിക്കറിയുന്നതിൽ കേട്ടോ. ഒന്നൊരു മഞ്ഞ കളറിലും ഒന്ന് ഇതേപോലെ ഒരു വയലറ്റ് ഷെയ്ഡോടും കൂടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതാണ് നല്ലത് എന്ന് ചോദിച്ചാൽ ഇതാണ്. ഇതിന് മഞ്ഞയുടെ അത്ര പുളിപ്പില്ല. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പുളിപ്പും ചെറിയൊരു മധുരം ഉള്ളതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഉണ്ടാവുമ്പോൾ ബൾക്കായിട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇത് അടുത്തുള്ളവർക്കും ഒക്കെയും വിതരണം ചെയ്യും. വിതരണം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെ വീട്ടിലുള്ളതോ നമ്മൾക്ക് വേണ്ടാണ്ട് നമ്മൾ വലിച്ചെറിയും. അപ്പോൾ അങ്ങനെയൊന്നും കളയേണ്ട ഒരു സാധനമേ അല്ല ഈ പാഷൻ ഫ്രൂട്ട്. ഇതിന് കുറേ ഗുണങ്ങളുണ്ട്. ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, ഫൈബർ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുള്ളത് കാരണം കൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെയും ദഹനത്തിനെയും ഒക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. പിന്നെ പഞ്ചസാര ചേർക്കാതെയൊക്കെ നമുക്ക് ഈ ഡയബറ്റിക്സ് ആയ പേഷ്യൻസിനൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇതിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് രക്തസമ്മർദ്ദം, അതായത് BP ഒക്കെ നിയന്ത്രിക്കാൻ സഹായിക്കും. അപ്പോൾ അവർക്കും ഇത് നന്നായി കഴിക്കാം. ഇനി കഴിക്കുമ്പോഴോ മിതമായ അളവിൽ കഴിക്കുക, അല്ലാണ്ട് അമിതമായി കഴിച്ചാൽ നമുക്ക് വയറിന് അസ്വസ്ഥത, അത് അസിഡിറ്റി പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കൂടുതലാണ്. അധികം അസിഡിറ്റി പ്രശ്നമുള്ളവർ ഇതിപ്പോൾ ഒരു പ്രാവശ്യം കഴിച്ച് കുഴപ്പമുണ്ട് വെച്ചാൽ കഴിക്കാതിരിക്കുക. ഹെൽത്തൊക്കെ നോക്കുന്നവർക്കുണ്ടല്ലോ, പ്രകൃതി നൽകണ ഒരു സമ്മാനം തന്നെയാണ് ഈ പാഷൻ ഫ്രൂട്ട് കേട്ടോ. അപ്പോൾ ഇത് പഴുത്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് കളറ്. നിങ്ങൾ യെല്ലോ കണ്ടിട്ടുണ്ടാവില്ല, ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഈ ഒരു കളറിൽ. അപ്പോൾ ഞാൻ ആദ്യം എന്ത് വിചാരിച്ചത്, എനിക്കിത് എൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ്, അവരാണ് എനിക്ക് തന്നത്. അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന് തരുമ്പോൾ ഞാൻ വിചാരിച്ചത്, എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ ആപ്പിളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനായിരുന്നല്ലോ പോയിരുന്നത്. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലത്തെ പൾപ്പൊക്കെ അങ്ങോട്ട് എടുക്കണം. ഇതിങ്ങോട്ട് മുറിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു നല്ലൊരു മണമാണ് കേട്ടോ വരിക. ശരിക്കും നമുക്കിത് പുളിപ്പാണെന്ന് തോന്നില്ല, ഒരു മധുരമുള്ള ഫ്രൂട്ടിൻ്റെ മണം തന്നെയാണ് ഇതിന് വരുന്നത്. ഇതിലിപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിപ്പോൾ ജ്യൂസാക്കാൻ ഇതിൽ കുറേ കുരുക്കളുണ്ട് എന്നുള്ളത് മാത്രം. അതായത് സീഡ്സ് ധാരാളം ഇതിലുണ്ട്. സീഡ്സ് ശരിക്കും ചിയാ സീഡൊക്കെ പോലെ തന്നെ സീഡ്സിൻ്റെ മുകളിലുള്ളൊരു കോട്ടിങ് മാത്രമാണ് നമുക്ക് ആ ഒരു ജ്യൂസിന് പറ്റണതുള്ളൂ. സീഡ്സും നല്ല സംഭവമാണ് കേട്ടോ. സീഡ്സും നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് തന്നെയാണ് ഞാൻ കേട്ടിറക്കണത്. എന്തായാലും നമുക്ക് ഇതിനൊക്കെ കുത്തി തോണ്ടിയിട്ട് പാത്രത്തിലേക്ക് എടുത്തിടാം. എന്നിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇങ്ങനെ എടുത്ത് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റില്ല, എന്താ വെച്ചാൽ നിറയെ കുരിയല്ലേ. അപ്പോൾ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട്, നമുക്ക് ഇപ്പോൾ മോരൊക്കെ കടയാൻ ഉപയോഗിക്കില്ലേ, ഇപ്പോൾ ബട്ടൺ ആണെങ്കിൽ ഒരു യെല്ലോ ബട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ മറ്റേ മിക്സികളിലാണെങ്കിൽ ആ ഒരു തിരിക്കണേനെ ബാക്കിലേക്ക് തിരിച്ചിട്ട് ഒന്നിങ്ങനെ തിരിയണ ഒരു ഓപ്ഷൻ ഇല്ലേ, അതിൽ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിൽ കറക്കി കൊണ്ടുവന്നിട്ട് ഇനി ഇതിന് നമുക്കിങ്ങനെ ജ്യൂസൊക്കെ അരിക്കണം. ഒരു അരിപ്പയില്ലേ, ആ അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാം. ഇതിൽ അരിച്ചാലാട്ടോ പോരുള്ളൂ, അല്ലാണ്ട് ചായ അരിപ്പയിലൊന്നും അരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ജ്യൂസ് കിട്ടില്ല. ചായ അരിപ്പയിൽ ഓട്ടയൊക്കെ അടഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ അരിപ്പയിൽ തന്നെ അരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ കണ്ടോ, കുരു ഒന്നും പൊട്ടാണ്ട് തന്നെ കിട്ടും ഇങ്ങനെ അടിക്കുമ്പോൾ. അല്ലാണ്ട് നമ്മൾ മറ്റേ അരയ്ക്കണ പോലെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഈ കുരു ഒക്കെ അതിൽ അരഞ്ഞ് ചേരുമ്പോൾ ആ മഞ്ഞ കളർ മാറി കറുപ്പ് കളറാവും. ശ്രദ്ധിക്കണം അത്. അപ്പോൾ ഇത് മുഴുവനും നമുക്ക് എടുക്കാം. ഇതിങ്ങനെ ഒഴിച്ച് ജ്യൂസാക്കാൻ പറ്റില്ല, കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ജ്യൂസിലേക്ക് വേണ്ടുള്ളൂ. ഭയങ്കര പുളിപ്പുണ്ട് ഇതിന്. പിന്നെ ഈ സീഡില്ലേ, അത് കളയണ്ട. നമുക്ക് ഈ ജ്യൂസിലേക്ക് കുറച്ച് സീഡും ആവശ്യമാണ്. സീഡ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, സീഡ് കഴിക്കേണ്ടത് നല്ലതാണ്. അപ്പോൾ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് ആ സീഡ് കുറച്ച് അതിലേക്കിടാം. ആ മിക്സിയുടെ ജാറിൽ തന്നെ 2 ഏലക്കായ, പുതിന, പിന്നെ തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ്, പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം. 2 ആൾക്ക് എന്നുള്ള അളവിലാണ് കേട്ടോ. പിന്നെ ഞാൻ 2 തരത്തിലാണ് ജ്യൂസ് കാണിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിവിടെ 3 സ്പൂണാണ് ഇടുന്നത്, ചെറിയ സ്പൂണാണ്. വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഷുഗറുള്ളവർ തീരെ ഇടണ്ട. അപ്പോൾ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ജാറിൽ ആവശ്യത്തിന് ഈ ഒരു പൾപ്പ് എടുത്തിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറേശ്ശെ ഇതിലേക്കാണ് ഒഴിക്കണത്. ശരിക്കും ഇത്രയും വേണ്ട കേട്ടോ, പുളി തീരെ ഇഷ്ടമില്ലാത്തൊരു കുറച്ച് ഒഴിച്ചാൽ മതി.
ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതിൽ ചണ്ടി ഒക്കെ ഉണ്ടാവും, എന്താ വെച്ചാൽ പുതിനയും ഏലക്കായൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും അരിച്ചേ പറ്റൂ. അപ്പോൾ രണ്ടിലും ഒന്നിൽ ഞാൻ നിറയെ ഒഴിക്കുന്നുണ്ട്, ഒന്നിൽ ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. അതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. വേറെ ഒന്നല്ല, സോഡയാണ് കേട്ടോ, പ്ലെയിൻ സോഡ. ഇതൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സോഡ അങ്ങനത്തെ ആ ഒരു സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ജ്യൂസ് നല്ലോണം ഇഷ്ടമാവും. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊന്നും എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്തൊക്കെ വെറുതെ നമ്മൾ പാഷൻ ഫ്രൂട്ടൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ മോൾ വശം അങ്ങോട്ട് കട്ട് ചെയ്യും, എന്നിട്ട് ആ കുരു ഒക്കെ കൂടിയിട്ടുള്ള അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി കഴിച്ചായിരുന്നത്. ഇപ്പോഴാണല്ലോ നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാവണം. എന്തായാലും നിങ്ങൾ ഈ 2 ജ്യൂസും ഒന്ന് ട്രൈ ചെയ്യണം. ഈ ഒരു കാര്യം മറന്നു, അതിന് കുറച്ച് സീഡ് എടുത്ത് ഞാനിതിൽ ഇളക്കുന്നുണ്ട് കേട്ടോ. അത് സീഡ് നല്ലതാണ്, ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് അടിയിൽ നിന്ന് അതെടുത്ത് കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.